കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം. Greetings to you all in the precious name of our Lord and Savior Jesus Christ. We were studying from the second chapter of Epistle of Romans last week, and in the first 16 verses 1 to 16, Paul is talking about the judgment of God. That is the main topic in that passage. And the reason why Paul is speaking of the judgment of God is, we can clearly see chapter 2 begins with, "Therefore you have no excuse, O man, every one of you who judges." Of course, we know when we find a word, therefore, it certainly connects with the previous, the preceding paragraph. And the preceding paragraph is the wretchedness, the depravity of the lost pagan world, and who are certainly under God's wrath, because Paul says God's wrath is being revealed from heaven against all unrighteousness. And all these passages are connected. And when you come to the second chapter, of course we know Paul is focusing on the Jewish people, because repeatedly we come across the phrase Jew first and Gentiles, Jew and Greek. So explicitly he speaks about Jews in verse 17. But if you call yourself a Jew, but even in the preceding paragraph, when you look at that passage, Paul's hidden target is the Jewish people. Mainly he focuses on Jewish people, but he includes every so-called moral people who think because they do not do what the wretched, depraved pagan do, which is written in verses 18 to 32. We know the condition of the pagan world there, how from sin to sin they slip. They are on a slippery slope. And Paul says that itself is a revelation of God's wrath. നമ്മൾ കഴിഞ്ഞ ആഴ്ച വരെ ചിന്തിച്ച വിഷയമാണ് ഞാൻ ചുരുക്കമായിട്ടൊന്ന് പറഞ്ഞത്. ഈ രണ്ടാമത്തെ അധ്യായത്തിൽ പൗലോസ് അതിൻ്റെ 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പ്രധാനമായിട്ടും തൻ്റെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് യഹൂദനും ജാതികളെയും ഒരുമിച്ച്, യവനനെയും യഹൂദനെയും ഒക്കെ അഡ്രസ്സ് ചെയ്ത് പറയുകയാണ്. എന്നാൽ 17-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ സ്പെസിഫിക്കായിട്ട് കുറച്ചുകൂടെ ക്ലിയറായിട്ട് യഹൂദനെ അഡ്രസ്സ് ചെയ്ത് പറയുന്നുണ്ട്. എന്നാൽ അവിടെയുള്ള വേദഭാഗത്ത് പോള് പ്രധാനമായിട്ട് 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ന്യായവിധിയെക്കുറിച്ച് പറയാനുള്ള കാര്യം അതിൻ്റെ 2-ാമത്തെ അധ്യായത്തിൻ്റെ ആരംഭ ഭാഗമാണ്. അതുകൊണ്ട് വിധിക്കുന്ന ഏതു മനുഷ്യനുമായുള്ളവേ. എന്തുകൊണ്ടാണ് അതുകൊണ്ട് വിധിക്കുന്ന മനുഷ്യനായുള്ളവേ എന്ന് പറഞ്ഞു തുടങ്ങുന്നത് എന്നുള്ളത് നമ്മൾ അതിൻ്റെ മുകളിലത്തെ വേദഭാഗം ചേർത്ത് പഠിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാം 18 മുതലുള്ള വാക്യങ്ങളിൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യൻ്റെ സകല അനീതിക്കും അഭക്തിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. അപ്പോൾ 16, 17 വാക്യങ്ങളിൽ സുവിശേഷത്തിൻ്റെ ആ ശക്തിയെക്കുറിച്ച് പൗലോസ് പറഞ്ഞു. സുവിശേഷത്തിൽ എന്താണ് വെളിപ്പെടുന്നതെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവത്തിൻ്റെ നീതിയാണ് സുവിശേഷത്തിൽ വെളിപ്പെടുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്ന സുവിശേഷം
ലോകത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സുവിശേഷം ആവശ്യമാണ്, നെസസറിയാണ്. എന്തുകൊണ്ട് നെസസറിയാണ്? കാരണം പറയുന്നു, ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുന്നു. അപ്പോൾ സുവിശേഷത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുന്നെങ്കിൽ മനുഷ്യരുടെ അഭക്തിക്കും അനീതിക്കുമെതിരെ കോപം വെളിപ്പെടുന്നത് കൊണ്ടാണ് സുവിശേഷത്തിലെ നീതി നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അതാണ് ആ വേദഭാഗത്തിൻ്റെ കണക്ഷൻ. ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയാണ് നമ്മൾ വേദപുസ്തകം പഠിക്കേണ്ടത്. ഒരു വാക്യം മുറിച്ചെടുത്ത് നമുക്കിഷ്ടമുള്ള അർത്ഥം കൊടുക്കാൻ ആർക്കും പെർമിഷൻ ഇല്ല. അത് ഞാൻ അതിൻ്റെ ആ ഘടന ഒന്ന് പറയുന്നത്, അങ്ങനെ വേണം നമ്മൾ വേദപുസ്തകം പഠിക്കാൻ. അതിനു വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ ആ ജാതീയ ലോകത്തെക്കുറിച്ച് പോൾ ആദ്യം പരാമർശിച്ചു. ദൈവത്തിൻ്റെ കോപം എങ്ങനെയാണ് വെളിപ്പെടുന്നത്? ഇടിയും മിന്നലും സുനാമിയും വരികയല്ല, പിന്നെയോ നൗ, ഇപ്പോഴത്തെ ആ ദൈവകോപത്തിൻ്റെ ലക്ഷണമെന്താ? പോൾ പറയുന്നു, ദൈവം അവരെ കൈവിട്ടു. 3 പ്രാവശ്യം ആവർത്തിച്ച് ആ വാക്യങ്ങളിൽ 1 അധ്യായം 18 മുതൽ 32 വരെ നിങ്ങൾ വായിച്ചു നോക്കണം. 3 പ്രാവശ്യം പറയുന്നു, ദൈവം കൈവിട്ടു. ദൈവം കൈവിട്ടാൽ എന്ത് സംഭവിക്കും? പാപം അതിൽ they invent ways of doing evil. They knew fully well God's wrath is coming, but they don't care. They knowing fully well, that's what Paul's charge by the Spirit of the Lord is against all the deprived Gentile society, that they invent ways of doing evil, and they are pleased with people who indulge in sinfulness. That is the charge. So അതാണ് പോളിൻ്റെ ചാർജ്. ഉടനെ നല്ല മനുഷ്യർ, യഹൂദന്മാർ, അവരെ തന്നെ അഭിമാനിക്കുന്നത്, ഞങ്ങൾ വിഗ്രഹാരാധികളല്ല പോളെ, ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പോളെ, ഞങ്ങൾ ഏകദൈവ വിശ്വാസികളാണ്. നോക്കണം, ഇതാണ് അവിടുത്തെ ചിന്ത. അതായത് ഒരു യഹൂദൻ്റെ കൂട്ടത്തിലുള്ള ഒരു നല്ല മനുഷ്യൻ, ഒരു യഹൂദൻ, അവൻ്റെ ചിന്ത പോളിനറിയാം. Paul knew well what might go through in the heart of a Jewish man, because he himself comes from such a Jewish background, and therefore he knew fully well that they were priding themselves in their pedigree, in their ancestry. They were so much, self-conscious about their privileges, and they know they don't do these wicked, evil, sinful things which the pagan world do. We don't do that. And therefore they may be condemned, but we are not. We are good people. They are wicked people. We condemn them. We condemn their action. We condemn the people because they don't follow Israel's God. They are from our Yahweh. They worship idols, and because they worship idols, they indulge themselves in all this despicable, sinful ways. We don't do that, Paul. Therefore, we don't need the gospel, because we are righteous. We are not under the condemnation, judgment of God. We are so good people. This is the mentality. Okay? ഞങ്ങൾ നല്ല മനുഷ്യരാ, ഞങ്ങളത് ചെയ്യുകയില്ലെന്ന് മാത്രമല്ല, ഞങ്ങൾ അങ്ങനെയുള്ളവരെ വി കണ്ടം ദം, ഞങ്ങളവരെ വിധിക്കുകയാണ്. അവർ കൊള്ളരുതാത്തവരാ. അതുകൊണ്ടാണ് പോൾ പറയുന്നത്, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനുമായുള്ളവയെ. മനസ്സിലായല്ലോ ആ കണക്ഷൻ? ഈ അധ്യായവും വാക്യവും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി തന്നേക്കുക. ആൻഡ് ദാറ്റ് ഹാപ്പൻഡ് ആഫ്റ്റർ the Bible
every book of the New Testament was collected as a book. Even after collecting it as a book, there wasn't any chapter or verses in the original New Testament. It happened after almost 5 centuries later. So there was no chapter division in the original Bible. So when you really want to understand the meaning of a passage, consciously remove from your mind the chapter and verse division. Then read it as it is. Then you will come to the connection. So Paul says, you are judging. So number one, when any human being, be he a Jew who prides himself in his good works, so-called good works, who is so conscious about his observance of law and serving the one and only God, who is so conscious, ഏക സത്യ ദൈവത്തെ സേവിക്കുന്ന ആ ജ്യൂ ആകുന്ന ഒരു മനുഷ്യൻ, യഹൂദനാകുന്ന മനുഷ്യനാകട്ടെ, നല്ല ഒരു മനുഷ്യനാകട്ടെ, അത് ജൂവെന്നാകട്ടെ അല്ലെങ്കിൽ ജെൻഡയിലാകട്ടെ, നല്ല മനുഷ്യൻ. പക്ഷെങ്കിൽ when any man pass judgment on other person, it will always be inconsistent. That is the first thing about judgment of man versus judgment of God. So that's what we have studied last week in verse 1. ഒന്നാം വാക്യത്തിൽ നമ്മളത് കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു. സെക്കൻഡ്ലി, അപ്പോൾ ഒന്നാമത് കണ്ടത് മനുഷ്യൻ്റെ വിധികളെല്ലാം തന്നെ ദൈവത്തിൻ്റെ മുൻപാകെ അത് പൊരുത്തപ്പെടുകയില്ല. കാരണം വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നു. പോളിൻ്റെ ചാർജ് എന്താണ് പോൾ അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ കണ്ടു. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ വിധി കൺസിസ്റ്റൻ്റ് അല്ലാത്തത്? വിധിക്കുന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ കീഴിൽ അവൻ തന്നെ പ്രവർത്തിക്കുന്നവന്. അവനൊരു പക്ഷേ he may not be a person who is doing all this evil as it is, but deep within him there is an inclination to sinfulness. Okay, അത് വെച്ചിട്ടാണ് പോൾ പറയുന്നത് ഏതു മനുഷ്യൻ്റെ വിധിയും ഇൻകൺസിസ്റ്റൻ്റാ. ഓക്കെ, then what about God's judgment? If man's judgment is inconsistent, let's come to God's judgment. That's what we read in verses 2 to verse 10. Regarding God's judgment, last week we have seen verse 2, God's judgment is according to the truth. ദൈവത്തിൻ്റെ ന്യായവിധി അല്ലെങ്കിൽ വിധി സത്യാനുസരണയായിരിക്കുന്നു. There will be no false evidence before God. No false evidence. No cooked up stories. No imaginations. Nothing of that sort. It will be according to the truth. Okay? Whereas man's judgment is according to what he sees. According to, many times we justify, നമ്മളെ തന്നെ നീതീകരിക്കും പല കാര്യങ്ങളിലും. നമുക്ക് പറ്റുന്ന തെറ്റുകളെ നമ്മൾ നീതീകരിക്കും, മറ്റുള്ളവൻ്റെ തെറ്റിനെ നമുക്ക് സഹിക്കാനും പറ്റുകയില്ല. എനിക്ക് പറ്റുന്ന തെറ്റിനെ ഞാൻ നീതീകരിക്കും, വേറൊരുത്തൻ ഒരു തെറ്റ് ചെയ്യുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റുകയില്ല. ദിസ് ഈസ് മൈ പ്രോബ്ലം. പോൾ ഹിറ്റ്സ് ഓൺ ദാറ്റ്.
We always try to justify ourselves when we commit grave mistake, grave sin. We justify that. Whereas when the other person commits something which we are proud of, which we don't do, we immediately pass judgment. And Paul says, that will not do. It's not happening, Paul says. അതുകൊണ്ട് number one, God's judgment will be according to the truth. സത്യാനുസരണമായിരിക്കും. ഒരു മിസ്കാരിയേജ് ഓഫ് എവിഡൻസ് ഒന്നും അവിടെ ഇല്ല. സത്യാനുസരണം. അതാണ് നമ്മൾ കണ്ടത്. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടത് വേഴ്സ് 3, God's judgment will be inescapable. Nobody will get away with that. Nobody will get away with his sin. Inescapable. ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് എന്തായിരിക്കും? തെറ്റി ഒഴിയുമെന്ന് നീ നനയ്ക്കുന്നുവോ? നോ, നോട്ട് ഹാപ്പനിങ്. നോട്ട് ഹാപ്പനിങ്. നോ, യു cannot. അത് തെറ്റി ഒഴിയാൻ ആർക്കും പറ്റുകയില്ല. And thirdly, we read in verses 4 and 5. Please read. അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവയുടെ ഐശ്വര്യം നിരസിക്കുന്നുവോ? എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്കു തന്നെ കോപം ചരദിച്ചു വെക്കുന്നു. Okay. This is very important. So thirdly, in verses 4 and 5, it says, there is a peculiar nature to the judgment of God, which is, it has got a cumulative nature. അല്ലേ? അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ചരദിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ, ഇന്ന് കുഴപ്പമില്ലെന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് സത്യത്തിൽ അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുക? പലിശ കൂട്ടിക്കൊണ്ടിരിക്കുക. കൂട്ടുപലിശയെന്ന് പറയും അല്ലേ? അതാ പൗൾ പറയുന്നത്. അതുകൊണ്ടാണ് ഈ വേദഭാഗം നമ്മൾ വളരെ പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകാം. നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ പൗലോസ് പറയുന്ന ഒരു കാര്യം, മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ തന്നെ ദൈവത്തിൻ്റെ കോപം പ്രകടമാണെന്ന് പൗലോസ് പറഞ്ഞു. എന്താ അതർത്ഥമാക്കിയത്? ദൈവം കൈവിട്ടു, ദൈവം റെസ്ട്രെയിൻ്റ് അങ്ങ് മാറ്റിയപ്പം മനുഷ്യൻ പാപം ചെയ്യുന്നത് കൂട്ടിയെന്ന് മാത്രമല്ല, നമ്മൾ പല വേദഭാഗങ്ങൾ കണ്ടു, ദൈവവും കൈവിട്ടു. എന്തിനാ കൈവിട്ടെ? ആകാശത്തിലെ രാജ്ഞിയെ സേവിക്കാൻ. അതാ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിലെ ഒരു സെൻറ്റൻസാണ്. ദൈവവും കൈവിട്ടു, ദൈവം പിന്തിരിഞ്ഞെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കരുത് ഈ ശിക്ഷകൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം കാര്യം കാണുന്നത്. അത് വേറൊരു വിഷയം. എന്നാൽ ദൈവം ചിലപ്പോൾ ശിക്ഷ നടപ്പാക്കാതിരിക്കുകയും ദൈവത്തെ മറുത്തു പറയുന്നവർ പ്രോസ്പർ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അതിൽ തന്നെ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ലക്ഷണമാണ്. എൻ്റെ മാതൃസഭയിൽ
അപ്പച്ചന്മാർ ഒരാളൊരിക്കൽ പ്രബോധിപ്പിക്കുന്നത് ഞാൻ കേട്ടു. ഞാൻ വളരെ ചെറുതായിരുന്നപ്പം അവർ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ പ്രബോധിപ്പിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ഈ മുത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? മുത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി, ഹോപ്പ് യു ഓൾ നോ, ഹേർഡ് അബൌട്ട് ഹിം അല്ലേ? അദ്ദേഹത്തെ കാരണം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിന് നേരെ എതിർവശത്താണ് ആ കർത്താവിൻ്റെ ദാസൻ ജീവിച്ചതും പിന്നെ മരിച്ചതും. അപ്പോൾ അവിടെയുള്ള സ്റ്റോറീസൊക്കെ ഫെമിലിയറായ എല്ലാവർക്കും. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു പിതാവ് ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം പ്രബോധനത്തിൽ, ഒരിക്കൽ മുത്താമ്പാക്കൽ കൊച്ചുകുഞ്ഞുപദേശി കുറച്ച് നാൾ ഒരു കുഴപ്പമില്ലാതെ, പുള്ളി ചെയ്യുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല, പട്ടിണിയില്ല, ദുഃഖമില്ല, ആരും ചീത്തയും പറയുന്നില്ല, സുവിശേഷം പറയുമ്പോഴും ആരും ഒന്നും തിരിച്ചൊന്നും പറയുന്നില്ല, ഒരു കുഴപ്പമില്ല, കുറച്ച് നാൾ ഇങ്ങനെ പോയി. അപ്പോൾ അദ്ദേഹം പറഞ്ഞെന്നാ പറഞ്ഞു, ദൈവമേ നീ എന്നെ കൈവിട്ടോന്ന്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? He was so sensitive to the Spirit of God. അതുകൊണ്ടാണ്. Maybe he may be aware of some few of his sins. ആയിരിക്കാം, we don't know. Of course, എല്ലാവരും മനുഷ്യരല്ലേ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ചോദിച്ചത്, ദൈവമേ അങ്ങനെ കൈവിട്ട് കുഴപ്പമില്ലെന്ന്. നമ്മൾ ഇന്ന് എപ്പോഴാണ് ഇത് ചോദിക്കുന്നത്? എപ്പോഴാണ് ചോദിക്കുന്നത്? ഒരു കുഴപ്പമില്ലാതെ പോകുമ്പോൾ ഒരിക്കൽ പോലും ചോദിക്കത്തില്ല. കർത്താവ് അങ്ങ് അനുഗ്രഹിച്ചെന്നേ നമ്മൾ പറയും അല്ലേ? പിന്നെ ചോദിക്കുന്ന എപ്പോഴാണ്? ഞാൻ എന്തോ ചെയ്തിട്ടാ ദൈവമേ ഇതെൻ്റെ ജീവിതത്തിൽ? ഇങ്ങനെയല്ലേ നമ്മൾ ചോദിക്കുന്നത്? ആണോ അല്ലയോ? അങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞത്, when you really know God, hope she will share you the story. Okay, she will tell you this. It was just an illustration, a story. നമ്മളിവിടെ see, look at this passage. There is a peculiar nature about which Paul is calling our attention to. What's that? Paul says, because God is long suffering, because God is, because of his goodness, his mercy, and because of his forbearance, because he don't punish you as your sins deserve, you think God is turning a blind eye to my doing. Or else you may be thinking, that's not a big thing. God didn't punish me. He didn't do anything. Although I lived in such and such way. He didn't do anything. Therefore, he is approving me. Paul says, don't think God is approving you. Rather, you are. What you're doing? You are treasuring up. In one passage it says, treasuring up or storing up. Or in other words, you are adding up wrath. Look at that. അപ്പോൾ ദൈവത്തിൻ്റെ ന്യായവിധിയുടെ ഒരു നേച്ചർ, ദൈവത്തിൻ്റെ പണിഷ്മെൻറ്റിൻ്റെ ഒരു സ്വഭാവം,
ദൈവം പാപങ്ങൾക്ക്, ചിലരുടെ പാപങ്ങളെ പണിഷ് ചെയ്യാതെ വിടുമ്പോൾ അത് ദൈവം അപ്രൂവ് ചെയ്തതുകൊണ്ടോ ദൈവം ഒരു ഡിസിഷൻ എടുക്കാൻ വേണോ വേണ്ടായോ എന്ന് വെച്ചത് കൊണ്ടോ അല്ല. ഇൻഫാക്ട് when God leaves you, the wrath is being stored up. Look at that. അതാണ് പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴുള്ള മനുഷ്യൻ്റെ പ്രവർത്തനത്തിൽ, അവൻ്റെ പെരുമാറ്റത്തിൽ ഇപ്പോൾ തന്നെ ദൈവകോപത്തിൻ്റെ ഭയാനകമായ തെളിവുകൾ നമുക്ക് കാണാം. നമ്മളാരും ചിന്തിക്കരുത് വി ക്യാൻ ഗെറ്റ് അവേ വിത്ത് അണ്ടിൽ യു റിപ്പന്റ്. ദൈവം കരുണാമയനാണ്, ദൈവം കരുണയുള്ളവനാണ്. സോ ഗോഡ് മേ നോട്ട് അതുകൊണ്ടല്ലേ 103 സങ്കീർത്തനത്തിൽ പറയുന്നേ, ആസ് എ ഫാദർ പിറ്റിയത്ത് ഹിസ് ചിൽഡ്രൻ, ഹി ഹാസ് മേഴ്സി ആൻഡ് ഹി ഈസ് നമ്മുടെ ഉദയമാസ്തമയത്തോടകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനം ദൈവത്തിൻ്റെ മഹാകരുണയാണ്. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്നത്, ഒരിക്കൽ ഒരു കർത്താവിൻ്റെ ദാസൻ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിലാണ്, മറ്റുള്ളവരുണ്ടെന്ന് തോന്നുന്നു, ഇങ്ങനെ പറഞ്ഞു, നോക്കിയേ, ദൈവം നമ്മുടെ ലംഘനങ്ങളെ ഉദയമാസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ നമ്മളോട് അകറ്റി അപ്പന് മക്കളോട് അത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവം നമ്മളെ പാപങ്ങൾക്കൊത്തവണ്ണം നമ്മളെ ട്രീറ്റ് ചെയ്യാത്തത്. അപ്പം ആ ദൈവത്തിൻ്റെ മേഴ്സിയെക്കുറിച്ചും ദൈവത്തിൻ്റെ ഗ്രേസിനെ കുറിച്ചുമൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ അത് കഴിഞ്ഞപ്പോൾ എന്നോട് പറയാം, ഇനിയിപ്പോൾ വലിയ മനസാക്ഷി കുത്തൊന്നുമില്ലാതെ പാപം ചെയ്യാമല്ലോ എന്ന് പറഞ്ഞാൽ എന്തുവാ, ദൈവം അങ്ങ് ക്ഷമിച്ചോളുമെന്ന്. See, when God keeps that door open in His mercy, it doesn't mean that God is turning a blind eye. And in fact, what should have happened, God's goodness, God's forbearance, God's long sufferings are meant to lead you to repentance. How? You meditate upon that. Oh God, even when I was so ugly, I was so sinful, you didn't treat me as my sins deserve. Lord, sorry, cleanse me. I don't want to go that road again. Look at that. God's mercy, God's forbearance, God's long sufferings are there to lead us to repentance. Not to take it for granted. Okay. How does it operate? Paul says, ദൈവത്തിൻ്റെ ദയയും എന്താണ് പറയുന്നത്, ദൈവത്തിൻ്റെ ദയ അല്ല, ദൈവത്തിൻ്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് അറിയാതെ നീ അവൻ്റെ ദയ, ക്ഷമ, ദീർഘക്ഷാന്തി എന്നിവയുടെ ഐശ്വര്യം. ഒരാൾ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു സഭയുടെ ഒരു യോഗത്തിൽ അപ്പം ഒരാളങ്ങ് എഴുന്നേറ്റു, ഇപ്പം ഇത് പറഞ്ഞേ പറ്റുള്ളൂ. അപ്പം അത് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന സൗര വെയിറ്റ്, നമുക്ക് അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാമെന്നേ. അതൊന്നും പറ്റുകയില്ല, പരിഹാരമൊന്നും ഇപ്പോൾ ഒന്നുമല്ല, ഇതിൻ്റെ ഉത്തരം പറഞ്ഞല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഉപദേശി പറഞ്ഞു,
അത് ദൈവം ശിക്ഷിക്കും കേട്ടോ. പറഞ്ഞു എൻ്റെ ചെറുപ്പം മുതലേ ഇത് ഇന്ന് വരെ ഒന്നുമില്ല. മനസ്സിലായോ? ചെറുപ്പം മുതലേ പറയുന്നുണ്ടല്ലോ ദൈവം ശിക്ഷിക്കും. എന്ത് ഇപ്പം ഇത് പറഞ്ഞേച്ച് പോയാൽ മതി. മനസ്സിലായോ? See, what is happening there? When a person behave in such a way, Paul says, don't worry, you are storing up wrath for yourself. Storing up. So God's judgment, according to this passage, verses 4 and 5, is cumulative. Judgment of God is cumulative. That is one of the natures of God's judgment. And he says, ഇത് നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം ശരദിച്ചു വെക്കുന്നു, സ്റ്റോർ ചെയ്തു വെക്കുന്നു. അതാണ് ദൈവകോപത്തിൻ്റെ മറ്റൊരു സവിശേഷത. ഇനി പെട്ടെന്ന് ഞാൻ 16-ാമത്തെ വാക്യം വരെ കവർ ചെയ്യണമെന്നാണ് എൻ്റെ ചിന്ത. ഓക്കെ, അപ്പം സത്യത്തിൽ ദൈവത്തിൻ്റെ ദയ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദൈവത്തിൻ്റെ ദയ എന്നുള്ളത് ഗോഡ്സ് ഗുഡ്നെസ് ആൻഡ് മെഴ്സി, ലോങ് സഫറിങ്, ദാറ്റ് ഷുഡ് ഓൾവേസ് lead us to repentance, not only for the outside person, but all of us. When we think about God's mercy towards us, don't take it for granted. We should repent. We should repent and turn to God. God wants that to happen. Okay. But ഇവിടെ since man, by his attitude towards God's mercy, goodness, and long suffering, he is storing up judgment for himself. On that day, when God's wrath will be fully revealed. Now it is being revealed in the behavior of people, but there will come a day his wrath will be fully revealed. And when that wrath is fully revealed, how is he going to judge? Verses 6 to 10. Then the judgment of God is based on man's actions. അല്ലേ? മോളി പറഞ്ഞു ദൈവത്തിൻ്റെ ദയയും മനസ്സലിവും ദീർഘക്ഷാന്തിയൊക്കെ അതിൻ്റെ ഐശ്വര്യം നിരസിക്കരുത്. അത് ദൈവം അവിടെ വെച്ചേക്കുന്നത്, ദൈവം അത് തന്നേക്കുന്നത് നമ്മളെ മാനസാന്തരത്തിലേക്ക് നടത്താനാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ദൈവവചനം നമ്മൾ കേൾക്കുക. ഇപ്പം ആരോ എന്നോട് പറഞ്ഞു അടുത്ത കാലത്തെങ്ങും സെർമൺ ഓൺ ദ മൗണ്ട് പ്രസംഗിച്ചില്ലെന്ന്. ഇപ്പോൾ അതും വന്നേക്കുക. വൈ? സി, വെൻ വി ലിസൺ, നമ്മൾ എന്താ ചെയ്യണ്ടേ? നമുക്കിതറിയാമെന്നുള്ള മനോഭാവമല്ല, അതൊന്നും അല്ല ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, നമ്മളപ്പോൾ ചിന്തിക്കേണ്ടത്, കർത്താവേ അവിടുത്തെ ദയ എത്ര വലുതാണ്, അവിടുത്തെ കരുണ എത്ര വലുതാണ്. അതുകൊണ്ട് കർത്താവേ അവിടുത്തെ ലോർഡ്, ബിക്കോസ് യുവർ മെഴ്സി ഈസ് സോ ഗ്രേറ്റ്, യുവർ കൈൻഡ്നെസ് ഈസ് സോ മച്ച്, and because Lord, let me not presume upon that, let me not take it for granted. Rather, Lord, I am sorry for how I rejected your word, how I didn't take heed to the counsels of the Holy Ghost. Lord, I am sorry for that. I now turn around
because you have been so kind to me and I want to repent. That should have been the result of God's kindness and mercy. But if that is not happening, then Paul says there will come a day, and that day every action will be called forth. എല്ലാ പ്രവൃത്തികളും. Verse 6. അവൻ ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. നോക്കുക, അപ്പോൾ ഓരോരുത്തൻ അവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും, ജഡ്ജ്മെൻ്റ് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോള് പറയുന്ന കാര്യം അതല്ലേ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇൻ ദ ബുക്ക് ഓഫ് റെവലേഷൻ വി റീഡ് ഓൾസോ, see, according to their works. Why works? If salvation is not based on works, why judgment is on works? We will come to that. Okay, so Paul clearly teaches at this point that a man will be judged on his works, and that his works are most definitely related to his motivations. So, in other words, ultimately works, whether seen or unseen by the world, unseen or unseen by anybody else, God knows everything. Since He knows everything about everybody, and God also knows every motive behind every action. So, Paul says that the works of a man is clearly related to the motives of his heart. അല്ലേ? മനുഷ്യൻ്റെ എല്ലാ പ്രവൃത്തികളുടെയും പിന്നിൽ ഹൃദയത്തിൽ ഒരു ലക്ഷ്യം, ഒരു എന്താ പറയുന്ന, ഒരു പ്രേരകമാകുന്ന ഘടകമുണ്ട്. പ്രവൃത്തിയെ പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. Man may not see that, but God will see. അല്ലേ? നമ്മുടെ പ്രവൃത്തിയെ അപ്പോൾ verse 7, നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ഷാഢ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. Okay. So this passage, some people think Paul is contradicting himself, because later on he is going to tell us not by any works of our righteousness. But here we are dealing with the judgment of God, not salvation. But he speaks both sides of the coin. ആ നാണയത്തിൻ്റെ രണ്ട് വശം പൗലോസ് പറയുക. മോട്ടീവ്സിനെ കുറിച്ച് അവിടെ see, some people whose hearts and minds are set on glory, honor and immortality have a genuine desire deep within to live on earth in the light of heaven and to spend time always with eternity in mind. ഇല്ലേ? തേജസ്സും മാനവും അക്ഷയതയും അതിൽ ഹൃദയവും മനസ്സും കേന്ദ്രീകരിക്കുന്ന ആളുകൾക്ക്, അവർ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിലും അവർ സ്വർഗത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്ക് ജീവിക്കാനായിട്ട് കഴിയും. മാത്രമല്ല, നിത്യത മനസ്സിൽ കരുതി എപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിത്യതയെക്കുറിച്ചുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായിരിക്കും. അവരങ്ങനെയാണ് ചെയ്യും. അവരെന്താ ആഗ്രഹിക്കുന്നത്? what do these people desire? They desire glory, honor and immortality. തേജസ്, മാനം, അക്ഷയത.
അത് അന്വേഷിക്കുകയാണ്. അങ്ങനെ അന്വേഷിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് എന്താ? നിത്യജീവൻ. സോ അവരുടെ ഡിസയർ അതാ. They don't desire anything else. അവർക്ക് വേറൊന്നും താല്പര്യമില്ല. Number one, God's glory is their concern. Glory. Their desire is glory. What's that glory? God's glory, not human glory. എപ്പോഴും അവരുടെ ശ്രദ്ധ എവിടെ ആയിരിക്കും എന്നറിയോ? ദൈവം മഹത്വപ്പെടുമോ? ദൈവം മഹത്വപ്പെടാത്ത ഒന്നിൽ they are not comfortable. They are not comfortable. ചില സ്ഥലങ്ങളിലൊക്കെ ചില മീറ്റിങ്ങുകൾക്കൊക്കെ പോകുന്നുണ്ടേ, പ്രസംഗിക്കാൻ പോകുന്ന ആളിനെ കുറിച്ച് പറയും, we cannot stand that. ആരെയാ പ്രസംഗിക്കുന്നത്? ക്രിസ്തുവിനെ. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പ്രശ്നമായി നമ്മുടെ ഇടയിൽ, ഭയങ്കര പ്രശ്നമായിട്ട് വന്നേക്കുക. ആ പ്രസംഗിക്കാൻ പോകുന്ന ആളിൻ്റെ ഇതൊരു വലിയ ബാധയായിട്ട്, ആരോ പറഞ്ഞ പോലെ ഇന്നാളൊരു പ്രസംഗം, നിങ്ങളൊരു ബാധയാന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഇടയിൽ ഒരു വലിയ ബാധ അങ്ങ് വ്യാപിച്ചേക്കുക. എന്താ ഇതിനകത്തെ കാര്യങ്ങൾ എനിക്കറിയില്ല. മഹത്വം. യു വാണ്ട് ടു ഇംപ്രസ് പീപ്പിൾ. ഞാൻ ഒരാളെ കണ്ടു, പേരും സ്ഥലവും ഒന്നും പറയാതെ അങ്ങ് പറയാം, അപ്പം പിന്നെ നിങ്ങളാരും മനസ്സിലാകില്ല. ഒരു സഭായോഗത്തിന് ചെന്നിരിക്കുക, സഭായോഗം നടക്കുക. അവിടുത്തെ വലിയ ആൾ, ആ സെൻറ്ററിൻ്റെ ആൾ കയറി വരിക. ആ കയറി വന്ന് വലിയ ആചാനബാഹുവായിട്ടുള്ളൊരു വൈറ്റ് കോട്ടൊക്കെ ഇട്ട്, ഓക്കെ, പാട്ടും പ്രാർത്ഥനയും ദൈവത്തെ സങ്കീർത്തനം വായന നടക്കുക. പുറകിലത്തെ വാതിൽ തുറന്ന് ഇങ്ങനെ കയറി വരിക, മാർച്ച് ചെയ്ത് വന്ന് ഇവിടെ നടക്കുക ഈ പരിപാടി. എല്ലാവരും ഇങ്ങനെ അവിടെ വന്നിരുന്നു. 3 മിനിറ്റ് കഴിഞ്ഞു, ഡ്രൈവർ ബാഗും കൊണ്ട് വന്ന് അടുത്തുകൊണ്ട് വെച്ചു. എന്താ ഇത്? ഓക്കെ, താമസിച്ച് മീറ്റിങ്ങിന് വന്നേ, അത് മനസ്സിലാക്കി സൈഡിൽ കൂടെ കയറി വന്ന് സൈഡിലങ്ങ് ഇരുന്നാൽ പോരെ. അത് പറ്റിയല്ല. എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ. ഞാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ലിത്, നിങ്ങൾ കുറ്റമായിട്ടൊക്കെ ചിന്തിക്കരുത്. ഞാൻ പറയുന്നത്, നമ്മൾ ആരാണെന്നാണോ? എൻ്റെ പാട്ടൊത്തോ, എൻ്റെ പ്രസംഗമൊത്തോ, എൻ്റെ പ്രാർത്ഥനയൊത്തോ, അതാണോ വിഷയം? What do we really seek? What do we really seek? എന്താ നമ്മൾ അന്വേഷിക്കുന്നത്? Paul says, the people who are destined for life, they will always seek God's glory, not their glory. അവരുടെ മഹത്വമല്ല അവർ അന്വേഷിക്കുന്നത്. The glory of God is their concern. They don't care what happens to them. When people come with the wreaths and with that flowers and with a bull to sacrifice because they think you are gods in the flesh. Acts of the Apostles chapter 14. അവിടെ എഴുതിയേക്കുന്നതെന്നറിയോ? ഞങ്ങളവരെ വളരെ പ്രയാസത്തോടെ തടുത്തു. എന്നിട്ട് പറഞ്ഞു, യോ ഇത് വിട്ടുതിരിയണേ,
ബഹുമാനവും പുകഴ്ചയും മഹത്വവും കൊടുക്കേണ്ട ഒരുത്തനുണ്ട്. അവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ളതാകുന്ന വെളിപ്പാട് തരാതിരുന്നിട്ടില്ല. We read about that in Acts of the Apostles 14. Paul and Barnabas, because they healed a man who was born lame from his mother's womb, and he came out as a lame person. And Paul, by the grace of God, and by the power of the Holy Spirit, healed him. And the people said, gods have come in the flesh, therefore let's offer sacrifices to him. Paul and Barnabas said, no, my brethren, we must give all glory and honor to the true God alone, not to human. Okay? See, that is what the people who are traveling to life, their concern will be God's glory. They will not quarrel for this petty issues. Oh, ഞാൻ പറഞ്ഞത് അല്ലേ അവൻ പറഞ്ഞത്. No, they are not. They are least bothered. They are least bothered. They only want God's glory. അല്ലേ? Glory of God is their concern. And what do they seek? They only seek God, an honor that comes from God. Because every other honor, every other good thing people talk about you, they don't know you. And that you don't know me either. But what do we seek? We must seek the honor that comes from God. That should be our goal. That should be our goal. Okay. So, and then what do they? അപ്പോൾ ജീവൻ ലഭിക്കാൻ പോകുന്നവരുടെ അവരുടെ താല്പര്യം എന്താണെന്നറിയാമോ? എനിക്കറിയാം, ഞാനിന്ന് 16 വാക്യം എത്തിയില്ല, സാരമില്ല, അടുത്ത ആഴ്ച കർത്താവ് വന്നില്ലേ നമുക്ക് ചിന്തിക്കാം. നോ പ്രോബ്ലം. അടുത്തത്, the incorruptible presence and enjoyment of God is that to which they aspire. അക്ഷയത, incorruption, അല്ലേ? Immortality. What do they seek? They seek the incorruptible presence. സ്വർഗത്തിൽ, stored up in heaven, incorruptible, അല്ലേ? വാട്ടവും മാലിന്യവും ക്ഷയവും ഇല്ലാത്ത ഒരവകാശം, അല്ലേ? Can you read that passage? 1 Peter. ഒന്ന് വായിക്കാം. എന്താ പീറ്റർ അവിടെ പറയുന്നേ? അന്ത്യകാലത്ത്, see in 1 Peter chapter 1 verses 4, അന്ത്യകാലത്ത് വെളിപ്പെടാനിരിക്കുന്ന രക്ഷയ്ക്കായിട്ട് ഇപ്പോൾ, now to an inheritance that is imperishable, undefiled and unfading, kept in heaven for you. That is kept in heaven, but now you are being kept in the power of God, അല്ലേ? ദൈവശക്തിയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ എന്ത് ചെയ്യുക? കാക്കുകയാ. Why? Lord, I know my heart's condition, Lord. Please, Lord, help me, Lord.
So Lord says, don't worry son, don't worry daughter, I will carry you. See, പ്രിയപ്പെട്ടവരെ, അതാ ക്രിസ്തീയ ജീവിതം. അതാണ് പോവർട്ടി ഓഫ് ദ സ്പിരിറ്റ്. അതാ ആത്മാവിൻ്റെ ദാരിദ്ര്യം. കർത്താവ്, ഡോണ്ട് വറി, ഐ വിൽ കീപ് യു. സിൻസ് യു ആർ സീക്കിംഗ് മൈ ഗ്ലോറി ആൻഡ് യുവർ ഗോൾ ഈസ് മൈ ഗ്ലോറി, ഡോണ്ട് വറി, ഐ വിൽ കീപ് യു. ഡോണ്ട് വറി, ഐ വിൽ കീപ് യു. സി, അന്ത്യകാലത്ത് അതിനുവേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന എന്താ പറയുന്നത്, അതിൻ്റെ ആ വിവരണം ഒന്ന് വായിച്ചേ. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ. അപ്പോൾ നമ്മൾ ഇവിടെ വായിക്കുന്നത് എന്താ? ഇവിടെ നമ്മൾ വായിക്കുന്നത് നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട്. verse 7 of chapter 2 Romans. നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട്, തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക്. അത് അക്ഷയത, ഇമ്മോർട്ടാലിറ്റി, അത് അന്വേഷിക്കുന്നവർക്ക് എന്തോ കിട്ടും? നിത്യജീവൻ, eternal life. എന്നാൽ അപ്പോൾ see, the reality of their heart's desire and orientation is measured not by their profession but by their patient continuance in doing good. Okay? അതായത് ഈ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല പ്രവൃത്തിക്ക് വേണ്ട സ്ഥിരത പൂണ്ട്, തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക്. അപ്പോൾ അവരുടെ ഹൃദയാഭിലാഷം എന്താണ് എന്നളക്കുന്നത് അവരുടെ വാക്കുകളിലല്ല, അവരുടെ ആ ദിശാബോധം, അവരുടെ ഓറിയൻറ്റേഷൻ എന്താണ്, ആ ടോട്ടൽ ഓറിയൻറ്റേഷൻ എന്താ, എങ്ങോട്ടാ? What is the total orientation of your life? None of us are perfect, to be sure, but what is the main orientation? That's what Paul says. And that orientation is not measured by our professions, rather by patient continuance in doing good. നല്ല പ്രവൃത്തിക്ക് വേണ്ടുന്ന സ്ഥിരത പൂണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും. അപ്പം നമ്മുടെ ഹൃദയത്തിൻ്റെ അഭിലാഷം എന്താണ് എന്ന് നമ്മുടെ പ്രവൃത്തി തെളിയിക്കും. യു വിത്ത് മീ? വാട്ട് ഈസ് ദ ഡീപ്പസ്റ്റ് ഡിസയർ ഓഫ് ഹാർട്ട് will be proved by our life, and Paul says every work will be examined, every work. So on the other hand, verse 8, ശാഠ്യം പൂണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും. ശാഠ്യം പൂണ്ട്, those who are self-seeking. ശാഠ്യം പൂണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞു സെൽഫ് സീക്കിംഗ്. whatever I do is for myself, for me. Everything I do, or every orientation of, the orientation of my life is, what about me? പ്രിയപ്പെട്ടവരെ, even some, we read about the disciples, the apostles, before they were filled with the Spirit,
when Jesus said, when a rich man came along, Jesus, he didn't bother. And in fact, Jesus said, go sell everything you have, then come and follow me. It is not because he sold everything and gave to the poor. Rather, that was the great obstacle. But his action doesn't save him. He should sell that, give it to the poor, and then following Jesus will save him. Because his great wealth was the obstacle that prevented him from following Jesus. Therefore, Jesus said, go sell it off, give it to the poor, come follow me. And then the disciples said, aha. What shall happen to us? What we will get? Jesus said, I'll tell you what you will get. You will get eternal life. And here, with persecutions, certain things. Okay? That was the disciples before the Spirit of God descended. But there was another man. He was arrested while he was going to Damascus. And the Lord shone forth in his glory. And this man, he got blinded by the sight, the glory of God. But his inner eyes were opened. And he asked, what shall I do, Lord? What shall I do? നോക്കണം, ശിഷ്യന്മാരെ ഒരിക്കൽ ധനവാൻ വന്നപ്പം നീ പോയി വിറ്റേച്ച് ദരിദ്രന്മാർക്ക് കൊടുത്തേച്ച് വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ദരിദ്രന്മാർക്ക് വിറ്റ് കൊടുക്കുന്നതുകൊണ്ടല്ല അവൻ രക്ഷിക്കപ്പെടാൻ പോകുന്നത്. പിന്നെ കർത്താവിനെ അനുഗമിക്കുന്നതിന് ഏറ്റവും വലിയ തടസ്സം അവൻ്റെ ധനമായിരുന്നു. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, അത് കൊടുത്തേച്ചു വാ. ഇനി കൊടുത്തത് കൊണ്ടൊന്നും അവൻ രക്ഷിക്കപ്പെടുകയില്ല. വിറ്റത് കൊണ്ടോ ദരിദ്രന് കൊടുത്തത് കൊണ്ടും രക്ഷിക്കപ്പെടുകയില്ല. പിന്നെന്ത് ചെയ്യുന്നറിയാമോ? വന്ന് എന്നെ അനുഗമിക്കുക. എന്നെ അനുഗമിച്ചാലേ രക്ഷപ്പെടുത്തുള്ളൂ. ഓക്കെ? അപ്പോൾ അനുഗമിക്കുന്നതിന് തടസ്സം എന്താണോ അത് നീക്കാൻ കർത്താവ് പറഞ്ഞു. കർത്താവ് നോക്കിയപ്പോൾ അതാണ് അവൻ്റെ തടസ്സം. എല്ലാവരോടും കർത്താവ് അത് പറഞ്ഞില്ലല്ലോ. പറഞ്ഞില്ല. എല്ലാവരോടും പറഞ്ഞില്ല. അതൊരു കോമൺ കമാൻഡ്മെൻ്റ് അല്ല. അവനോടാണ് പറഞ്ഞ്. അപ്പോൾ അവൻ്റെ പ്രശ്നം അതായിരുന്നു. വേറൊരുത്തൻ്റെ പ്രശ്നം അപ്പനെ അടക്കിയിട്ടേ വരത്തുള്ളൂ. അതായിരുന്നു അവൻ്റെ പ്രശ്നം. അപ്പോൾ കർത്താവ് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിരട്ടെ, നീ എന്തിനാ അതും നോക്കിക്കൊണ്ടിരിക്കുന്നത്? കം ഫോളോ മീ. ഇല്ലേ? See, so a person who really seeks God, he will seek God's glory. And his concern will be God, the honor that comes from God. And he will enjoy God's presence more than anything else. Whereas a person who is self-seeking, he will, for a show, he may act like a believer for some time, but the true desire is not God. He doesn't desire God more than anything else. He is self-seeking. He thinks, what can I accumulate using God? Using God. Using God to attain my ends. God is not the end. God is only a means to my end. Self-seeking. God knows everyone who is truly seeking him. ആര് ദൈവത്തെ അക്ഷയമായിട്ട് അന്വേഷിക്കുന്നു എന്നുള്ളത് ലൈഡ് ബെയർ, അതെല്ലാം തുറന്നു കിടക്കുക. അതുകൊണ്ടാണ് അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അവനുമായിട്ടത്രേ നമുക്ക് കാര്യമുള്ളത്. So Paul says,
എവ്രി ആക്ഷൻ. വാട്ട് ഈസ് ദാറ്റ് ആക്ഷൻ? വി ഹാവ് സീൻ. മനുഷ്യൻ്റെ പ്രവൃത്തിക്കനുസരിച്ച് ദൈവം എന്ത് ചെയ്യും? ന്യായം വിധിക്കും. ഗോഡ് ഈസ് ഗോയിങ് ടു ജഡ്ജ്. പ്രിയപ്പെട്ടവരെ, സോ മച്ച് അബൌട്ട് ദ ജഡ്ജ്മെൻറ്റ് ഓഫ് ഗോഡ്. പക്ഷെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, കൃപയാൽ ദൈവം അതിൽ നിന്ന് നമ്മെ രക്ഷിച്ചെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ, കാരണം ഗോഡ്സ് റാത്ത് എന്ന് പറയും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാനുണ്ട്. എന്താ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്നൊക്കെ, എന്താ കോപവും ക്രോധവും കൊടുക്കുമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് അധികം വിശദീകരിക്കാൻ സമയമില്ലെങ്കിലും പിന്നീട് എപ്പോഴെങ്കിലും പറയാം. കോപം ക്രോധം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇപ്പം തന്നെ കോപം വെളിപ്പെടുന്ന നമുക്കറിയാം. എന്നാൽ കോപം വെളിപ്പെടുന്ന ഒരു ദിവസം വരും. ദാറ്റ് ഈസ് എ ടെറിബിൾ തിങ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മൾ സുവിശേഷം പറയേണ്ടത്. നമ്മൾ സുവിശേഷം പറയണം. നമ്മളൊരു ഗോസ്പൽ ചർച്ച ആകണം. നമുക്കുള്ളത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, നോർത്ത് ഇന്ത്യയിലെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയണം. നമ്മൾ ഗോസ്പൽ ചർച്ച ആകണം. നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യം അതാകണം. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പ്രിയ അച്ഛൻ പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ മീറ്റിംഗ് അവസാനിപ്പിക്കാം.